സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നീക്കമെന്ന് ആശാവർക്കർമാർ. നിലവിൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് തന്നെയാണ് സമരക്കാരുടെ പ്രതീക്ഷ. മറ്റന്നാളാണ് ആശാമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം. ഇതിനിടെ ആശാമാരുടെ സമരം അനാവശ്യമെന്ന് EP ജയരാജൻ ആവർത്തിച്ചു. മുപ്പത്തിനാലാം ദിനത്തിലും ആശമാർ ഒരിഞ്ച് പിന്നോട്ടില്ല. സമരം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. മറ്റന്നാളാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം. ഉപരോധത്തിലേക്ക് വിവിധ ജില്ലകളിൽ നിന്ന് ആശമാർ എത്താതിരിക്കാൻ CITUവിന്റെ ഭീഷണി നിലനിൽക്കുന്നുവെന്നും ആശാവർക്കർമാർ ആരോപിക്കുന്നു. ഭരണാനുകൂല സംഘടനയും സർക്കാരിൻ്റെയും ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം അതിജീവിച്ച് ആശാവർക്കർമാർ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ജോലി ഭീഷണി കൂടി ഇവർ നേരിടുന്നുണ്ട്. സമരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പ്രാദേശിക CPM നേതാക്കളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്നും സമരമിരിക്കുന്ന ആശാവർക്കർമാർ. പുതിയവരുടെ റിക്രൂട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ തരത്തിലുള്ള പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടോ? അങ്ങനെ തുടക്കം മുതൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഓരോ ദിവസവും അന്ത്യശാസനം കൊടുക്കും, അതിനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് അതിന് അവർക്ക് പരിശീലനമൊക്കെ നൽകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതിനിടെ ആശമാരുടെ സമരം അനാവശ്യമെന്ന് EP ജയരാജൻ ആവർത്തിച്ചു. ചിലരുടെ തലയിലുദിച്ച രാഷ്ട്രീയ ബുദ്ധിയാണിതെന്നും EP ജയരാജൻ. സമരത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല, പക്ഷെ അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ ഈ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. ആദ്യം ഇതിന് കാശൊന്നും കൊടുത്തിരുന്നില്ല, സന്നദ്ധരായ ആളുകൾ നിശ്ചയിച്ചു. പിന്നെയാണ് അവർക്കൊരു 600 രൂപ കൊടുത്തത്. പിന്നെ അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1000 ആക്കി. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് വർദ്ധിപ്പിച്ച് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എല്ലാം വീതം കൂടി ഒരു 13,500 രൂപയിലെത്തി. അതേസമയം സമരം ചെയ്യുന്ന ആശാപ്രവർത്തകയ്ക്ക് കേരള ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചു. പാലോട് സ്വദേശി അനിതാകുമാരിക്കാണ് വീട് 7 ദിവസത്തിനകം ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് ബാങ്ക് നോട്ടീസ് കൈമാറിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.